മാമാങ്കം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി മാമാങ്കം ടീം നമ്മളോടൊപ്പമുണ്ട്. ഈ സിനിമ ഞാൻ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സമ്മാനമല്ലെങ്കിൽ തന്നെ ഈ സിനിമ വളരെ ഗൗരവത്തോടുകൂടി കാര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. നമസ്കാരം. 16-ാം നൂറ്റാണ്ടിലെ മാമാങ്കം മലയാള സംസ്കാരത്തിന്റെ ഒരു ഭാഗം. അതിലുപരിയായി ഈ മാമാങ്കം എന്ന് പറയുന്നത് പല വികാരങ്ങളുടെയും ഒരു സമ്മേളനമാണ്. അതിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, പ്രണയമുണ്ട്, കുടിപ്പകയുണ്ട്, ഒരുപാട് കുടുംബങ്ങളുടെ വികാരങ്ങളുണ്ട്. മാമാങ്കം എന്ന ചരിത്രത്തിന് പിന്നിലുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ. അതുകൊണ്ട് തന്നെ അത് കുടുംബങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ മലയാളി കുടുംബവും പോയി കാണേണ്ട ഒരു ചിത്രമാണ് മാമാങ്കം. മാമാങ്കം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി മാമാങ്കം ടീം നമ്മളോടൊപ്പമുണ്ട്. ആദ്യം തന്നെ മാമാങ്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെയായ മമ്മൂക്കയോട് തന്നെ നമുക്ക് ചോദിക്കാം. മമ്മൂക്ക, ഇതൊരു ചരിത്ര സിനിമയാണ്, പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കുടുംബ ചിത്രമാണ്. ഒരു കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും സന്തുഷ്ടരാക്കാനും സംതൃപ്തരാക്കാനും കഴിയുന്ന എല്ലാ ഘടകങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ പല വീരപുരുഷന്മാർക്കും മമ്മൂക്ക വേഷപ്പകർച്ച നൽകിയിട്ടുണ്ട്. ഈ മാമാങ്കത്തിലെ ചന്ദ്രോത്ത് വലിയ പണിക്കരാകുമ്പോൾ എന്താണ് അതിലെ വ്യത്യാസം? എന്തുകൊണ്ട് കുടുംബങ്ങൾ ഈ ചിത്രം കാണണം? ചന്ദ്രോത്ത് വലിയ പണിക്കർ എന്ന കഥാപാത്രത്തിനെ പറയുന്ന പൂർവ്വമായിട്ടുള്ള സിനിമയിലില്ല, അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല. വലിയ പണിക്കരെന്ന് പറയുന്നുള്ളൂ. എന്തോ അത് വിട്ട് ഇത് സാധാരണ വീരകഥകളെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ പറഞ്ഞ മറ്റു കാലങ്ങളിലേക്ക് പഴയതാണോ അതാണോ പുതിയത് ഇതാണോ അതിൻ്റെ കാലമൊന്നും നമുക്ക് വ്യക്തമായിട്ടറിയില്ല. പക്ഷേ ഇതിന് വളരെ വ്യക്തമായുള്ളൊരു ചരിത്ര സംഭവത്തിൻ്റെ ഒരു രേഖകളുള്ളത് കൊണ്ട് നമുക്കതിനെ അങ്ങനെ തന്നെ പറയാം. 3 നൂറ്റാണ്ടുകളോളം ഒരു നാടിലെ യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ഭരണകർത്താവിനോടോ അവരുടെ നേതാവിനെയോ വധിച്ചതിന് പകരം ചോദിക്കാൻ 12 വർഷത്തിലൊരിക്കൽ മാമാങ്കോത്സവത്തിന് ചെല്ലുന്നതാണ് കഥ. പക്ഷെ അതങ്ങനെ ഒരു സംഭവം ലോകത്ത് കേട്ട് കഴിവ് പോലുമില്ല. ഓരോ 12 വർഷം കഴിയുമ്പോഴും കൊല്ലാനും ചാവാനും വേണ്ടി തയ്യാറെടുക്കുന്ന ചാവേറുകൾ, അങ്ങനെയാണ് ചാവേറെന്ന് പറയുന്നത്. അവരുടെ കഥയൊന്നും ഇതുവരെ വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എൻ്റെ അറിവിലില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പുതുമ. നമുക്ക് അത്ര വലിയൊരു വീരചരിത്രം ഉണ്ട്, വീരന്മാരുടെ കഥയുണ്ട്, വീരയോദ്ധാക്കളുടെ ചരിത്രമുണ്ട്, അവരുടെ ത്യാഗത്തിൻ്റെയും അവരുടെ പോരാട്ട വീര്യത്തിൻ്റെയും ഒക്കെ കഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സിനിമ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ 300 വർഷത്തെ ചരിത്രത്തിലെ ഏകദേശം ഒരു നുള്ളു പോലെയേ ഉള്ളൂ. ഒരു വലിയ കുന്നിൻ്റെ ഒരു നുള്ള് എടുത്തതുപോലെയേ ഉള്ളൂ ഈ സിനിമയുടെ കഥ. ഇനിയും ഒരു 100 സിനിമകൾക്കുള്ള കഥ ഈ മാമാങ്കത്തിൻ്റെ പിന്നിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അതിൽ നിന്നൊരു ഏട് എന്ന് പോലും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ കഥ. ഇതുവരെ തന്നെ പരമ്പരകളുടെ കഥ പിന്നോട്ട് നമ്മൾ തിരിച്ചു നോക്കിയാൽ ഇനി ഒരുപാട് വീര യോദ്ധാക്കളുടെ കഥയുണ്ടാകും. ഇത് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ചേർന്ന ഒരു കഥ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ചരിത്രത്തിലെ വീരനായകന്മാരുടെയും യോദ്ധാക്കളുടെയും കഥ നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ തലമുറകളായിട്ട് ചരിത്രം ഇങ്ങനെ മറഞ്ഞു പോകാതെ ഇടയ്ക്കിടക്കൊന്ന് നമ്മളെടുത്ത് തൂത്തുമിനുക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിനിമയിലുള്ള ഒരു എളിയ ശ്രമമാണ്. രേഖകളും പുസ്തകങ്ങളും ഒക്കെ ഒരുപാട് എഴുതപ്പെട്ടിട്ട് തന്നെയാണ്. ഒരുപാട് കഥകളും നാടകങ്ങളും നോവലുകളും അതുപോലെ ചരിത്ര സംഭവങ്ങളും ഒക്കെ ചാവേറുകളെ ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. അത് വലിയൊരു റെഫറൻസ് നടന്നിട്ടുള്ളതും ഒരുപാട് റെഫർ ചെയ്യാനുള്ളതും ഒക്കെ തന്നെയാണ്. ഈ സിനിമയ്ക്ക് മുന്നിലും അങ്ങനെയുള്ള ഒരു വലിയ കാര്യമായിട്ടുള്ള റിസർച്ചൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കലാരൂപം സിനിമ എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ചരിത്ര ഭാഗമായിട്ട്, ചരിത്ര വസ്തുവായിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്രമാകേണ്ട സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ കാണണം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ സംഭവത്തിനപ്പുറത്തേക്ക് നമ്മൾ ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും അനീതിക്ക് മേലെ ആധിപത്യം പുലർത്തുന്ന നായകന്മാരല്ല ഈ സിനിമയിലുള്ളവർ. അവർ മരിക്കാൻ തയ്യാറായ അത്രയും വലിയ ത്യാഗമാണ്. വീരത്യാഗമാണ്. അതും ഹീറോയിസം തന്നെയാണ്. ഈ സിനിമയിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്.
ഇവിടുത്തെ ഹീറോയിസം അങ്ങനെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്ര സിനിമയിൽ ഒരു ചരിത്ര സംഭവമാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന ഓരോ ഘടകങ്ങളുമുണ്ട്. മമ്മൂക്കയുടെ പെർമിഷനോടുകൂടെ തന്നെ ഞാനിതിലെ ഏറ്റവും ചെറിയ കഥാപാത്രമായ നമ്മുടെ അച്ചുവിലേക്ക് പോവുകയാണ്. ചെറിയ കഥാപാത്രമല്ല, ചെറിയ കുട്ടിയായ ഈ സിനിമയിലെ ഏറ്റവും വലിയ കഥാപാത്രം അച്ചുവാണ്. കാരണം അച്ചുവിന്റെ കഥാപാത്രമാണ് സിനിമയിൽ കൊണ്ടുപോകുന്നത്. അതെ, അച്ചുവിന്റെ കഥാപാത്രമാണ് സിനിമയുടെ പ്രധാന കണ്ണി, പ്രധാന ലിങ്ക്. കാരണം അച്ചുവിനെ പലരും വിശേഷിപ്പിച്ചിരിക്കുന്നത് മാൻ ഓഫ് ദ മാച്ച് ഓഫ് ദ മൂവി എന്നൊക്കെയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അച്ചുവിൽ തോന്നിയ 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ നല്ല ഭംഗിയുള്ള മെയ്വഴക്കം, 2 വളരെ ആത്മവിശ്വാസമുള്ള ഒരു ശരീരഭാഷ, 3 പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വികാരങ്ങളോടുകൂടെ ഓരോ കാര്യവും അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നു. അത് ഒരു മരിച്ചു കിടക്കുമ്പോഴാണെങ്കിൽ തന്നെ ഞാൻ കണ്ടു ഈച്ചകൾ അവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ അച്ചുവിൻ്റെ അത്രയ്ക്കും സ്വാഭാവികമായ ആ കിടപ്പ് കണ്ടിട്ടായിരിക്കാം ഈച്ചകൾ അവിടെ വന്നെന്ന് എനിക്ക് തോന്നി. എങ്ങനെ സാധിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അറിയാതെ ഇതൊക്കെ ചെയ്തു പോകുന്നതായിരിക്കണം. ഈ കളരിയൊക്കെ പഠിക്കുമ്പോഴേ നമുക്കറിയാം, മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസിപ്ലിനും ആത്മനിയന്ത്രണവും ഒക്കെ വേണം. സാധാരണ ഈ കൊച്ചുകുട്ടികൾ അങ്ങനെയൊന്നുമുള്ള ഒരു കലാപരിപാടിക്കൊന്നും പോവാറില്ല. അപ്പോൾ അച്ചു എന്തുകൊണ്ട് ഈ താഴിക്കൽ കളരിയിൽ പോയി ഇത്രയും ആത്മനിയന്ത്രണത്തോടെയും അച്ചടക്കത്തോടെയും ഒക്കെ കാര്യങ്ങൾ പഠിച്ചു? മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു കാര്യം അതെന്താ? ഞാൻ അധികം കളിക്കാൻ പോകാറില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരീരം അനങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ ചെറുപ്രായത്തിൽ ചെയ്യണമല്ലോ, അതുകൊണ്ട് കളരി തിരഞ്ഞെടുത്തു. അച്ഛൻ കൊണ്ട് ചേർക്കുമായിരുന്നു. ഫിസിക്കലി മെൻ്റലിയും സ്ട്രെങ്ത് വരുന്ന മാർഷൽ ആർട്ട് ആയതുകൊണ്ട് കളരി തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇതൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് കൂടെ കരുതുന്നുണ്ടോ? ഇത് കളരി എല്ലാ മാർഷൽ ആർട്ടും സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കളരിയിൽ നമ്മളെ സ്വയമേ ഡിസിപ്ലിൻ ആകാനും നമ്മുടെ എതിരെ വരുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാനുമാണ് കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചുവിൽ നിന്ന് ഇതിൻ്റെ നമ്മുടെ ഒരു പ്രൊഡ്യൂസറിലേക്ക് പോവുകയാണെങ്കിൽ, സാർ ഈ ഒരു സിനിമ എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലൊരു ചരിത്ര സിനിമ, ഇതൊരു ക്ലാസിക് മൂവിയാണ്. ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. കാരണം ഇത്തരത്തിലൊരു ചിത്രം മലയാളത്തിൽ അപൂർവമായിട്ട് മാത്രം വരികയാണ്. അപ്പോൾ വലിയൊരു ധൈര്യം വേണം ഇത്തരത്തിലൊരു സിനിമ കൊണ്ടുവരാനും അത് കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കുടുംബ പ്രേക്ഷകർ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഈ സിനിമ കാണുമെന്നാണ്. അപ്പോൾ അങ്ങേ ഈ ഒരു ചിത്രം എടുക്കാനായിട്ട് പ്രേരിപ്പിച്ച ആ ഒരു ധൈര്യത്തിൻ്റെ ഘടകം എന്താണ്? ഇതിൽ ധൈര്യത്തിൻ്റെ ഇതൊന്നുമില്ല. നമുക്ക് സിനിമ എടുക്കുന്ന സമയത്ത് ഇന്ന ടൈപ്പ് ഒരു സിനിമ ആയിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അതനുസരിച്ചൊരു മൂവി ഉണ്ടായി. ഒരിക്കലും ഞാനിത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്നൊരു വലിയ ലാഭം കിട്ടുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേലും വേറെ ടൈപ്പ് സിനിമകളൊക്കെ ഈ മുടക്കി പൈസ ഉണ്ടെന്ന് തന്നെ എനിക്കൊരു 5 സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ 2 ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ബാക്കിയൊക്കെ അങ്ങനത്തെ ബിസിനസ് മെൻറ്റാലിറ്റിയിൽ എനിക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാമാങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഇത് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാം. ആ സിനിമ ചിലപ്പോൾ ഒരു 20-30 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടി വിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ പോലത്തെ ഈ ഡിജിറ്റൽ ഇതിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഏത് കാലഘട്ടങ്ങളിലും ആൾക്കാർ അത് ഓർത്തിരിക്കും, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹപ്പെടും. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞൊരു വലിയ പൈസ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടണില്ല. ഇപ്പോൾ ബാക്കിയുള്ള അന്യഭാഷകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി, ഹോളിവുഡൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബഡ്ജറ്റൊന്നും അല്ലത്. എങ്കിലും നമ്മളെ പോലെ മലയാളത്തിൻ്റെ പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റ് മൂവിയാണ്. പക്ഷേ അടുത്ത് തന്നെയൊക്കെ വേറെ വരാം, അത് വേറെ ഇപ്പം ഇറങ്ങിയാക്കണത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനേക്കാൾ ഒരു നല്ല സിനിമ എടുക്കാൻ ആഗ്രഹിച്ച് നല്ല സിനിമ ചെയ്ത് അത് ഒരു മെജോറിറ്റി ആൾക്കാരും അത് സ്വീകരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫാമിലി, ചെറിയ പിള്ളേർ, ഇങ്ങനെയുള്ളവരെല്ലാം ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, വേൾഡിലെ ഒരു 40-45 രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരുന്നത്. എല്ലായിടത്തും നല്ല സ്വീകരണമാണ് സിനിമക്ക് കിട്ടിയത്. എസ്പെഷ്യലി ദുബായിലും മിഡിൽ ഈസ്റ്റിലെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിരുന്നു. അതേപോലെ തന്നെ ഓസ്ട്രേലിയ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യണം, നല്ല രീതിയിൽ എല്ലായിടത്തും പോകണം. അതെല്ലാം ആഗ്രഹങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ 3 സുന്ദരികളാണ്, 3 നല്ല ഡാൻസേഴ്സാണ്.
അപ്പോൾ 3 പേരെയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ആ ഒരു സിനിമയിൽ. അപ്പോൾ അനുവിലേക്ക് വരികയാണെങ്കിൽ അനു പല സീനുകളിലും അമിതമായ ശരീരഭാഷയൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ വിരുത്തിപ്പണം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതുമായ ആ ഒരു സീനിൽ. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവ് ചാവേറാകാൻ പോകുന്ന ആ സമയത്ത് അനുവിൻ്റെ കണ്ണുകൾ മാത്രമാണ് ആ വികാരങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും സറ്റിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക അനുഭവമായിരുന്നിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഈ സിനിമയിൽ ഞാൻ ഒരുപാടില്ല, പക്ഷെ ഇന്ന് സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരുപാട് പേരും എൻ്റെ ക്യാരക്ടർ ഓർത്തിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഫസ്റ്റ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചായി പോവോ, ഞാൻ ഒട്ടും ഇല്ലാണ്ടായി പോവോ എന്നൊക്കെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പം അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുറച്ചാണെങ്കിലും ഈ വലിയൊരു സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഈ പിന്നെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് പപ്പേട്ടനൊക്കെ പറഞ്ഞു തരുന്ന രീതിയിലല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നതാണ്. പിന്നെ അവിടുത്തെ ഒരു സിറ്റുവേഷനും അങ്ങനെയാണ്. കാരണം നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ആംബിയൻസ്, ക്ലൈമറ്റ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാം പഴയ ലുക്കും പഴയ കോലമൊക്കെ ആകുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരുപക്ഷെ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇപ്പോൾ അനു പറഞ്ഞ പോലെ തന്നെ ആ ഒരു പഴയ കാലം ആവിഷ്കരിക്കുക, അത് അതേപോലെ ഈ ടിക്ടോക്കും സ്മ്യൂളും ഒക്കെയുള്ള തലമുറകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അത് ആ വിഷ്വൽ ട്രീറ്റ് അതേപോലെ തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇനി ഉണ്ണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഉണ്ണി മുകുന്ദൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയെ പോലെയൊക്കെ എപ്പോഴും എല്ലാ സിനിമകൾക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആക്ടറാണ് ഉണ്ണി. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് നൈറ്റ് ഷൂട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ടിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ എടുത്തതിൽ സന്തോഷമുണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. പേഴ്സണലി മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രൊഫഷണലി നമ്മൾ പറയുമ്പോൾ പല രീതിയിലും ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. ഈ സിനിമയെ സംബന്ധിച്ചോളം നൈറ്റ് ഷൂട്ട് അഗെയിൻ വൺ ഓഫ് ദി മേജർ കാര്യമാണ്. ബിക്കോസ് മാമാങ്കം സംഭവിച്ചത് രാത്രി നേരങ്ങളാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് ഷൂട്ടായിരുന്നു, 10-60 ദിവസം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 11 മണിയാകുമ്പോൾ പോവും എന്ന് വിചാരിച്ച് കുറേ ദിവസങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ പുള്ളി മോർണിംഗ് 4 o'clock 5 o'clock വരെ ഷൂട്ട് കൂടെ നിൽക്കും. സോ അതെല്ലാം നമ്മുടെ മനസ്സിൽ ചില സമയത്ത് മതി, ഇന്ന് വയ്യാണ്ടായി. എസ്പെഷ്യലി ആ സമയത്തൊക്കെ മഴ പെയ്യുണ്ടായിരുന്നു കുറേയൊക്കെ. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് വർക്കിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ മാമങ്കം മൊത്തത്തിൽ ആസ് എ ഒരു ആക്ടർ ഒരു വലിയ ഗ്രോത്ത് ആയിരുന്നു. ആൻഡ് സിനിമ കണ്ടിറങ്ങിയ എല്ലാവർക്കും ചന്ദ്രോത് പണിക്കറിൻ്റെ കഥാപാത്രം എല്ലാം വളരെ പോസിറ്റീവായിട്ട് വന്നത്. ഈ ഇപ്പം വേണുചേട്ടൻ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുക, അതിനെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ആ പടത്തിന് വേണ്ടി ഡേറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാനും വളരെ ഷോർട്ട് നോട്ടീസിലാണ് സിനിമ ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് വലിയൊരു സിനിമയാണ്, നല്ലൊരു ക്യാരക്ടറാണ്. സിനിമ ഡെഫിനറ്റായിട്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ മലയാളം ഇൻഡസ്ട്രീനെ റീപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ അപൂർവമായിട്ടാണ് മലയാളത്തിൽ കിട്ടുക. എസ്പെഷ്യലി ഇപ്പം എൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 50-60 crore എന്ന സിനിമയുടെ യു കനോട്ട് ലീഡ് ഇറ്റ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി പൂർണ്ണമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ കുറേ നല്ല കോ ആക്ടേഴ്സിന് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയതിലും. പ്രാച്ചിയൊക്കെ ഹിന്ദിയിലൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. You had been a sports player, right? A basketball player. And your dancing is very beautiful and you look very gorgeous in the movie. What's your experience in this movie? Though I'm not a trained dancer. Yeah, but still you performed very well. Thank you so much. Maybe because of being a sports person, I'm a quick learner. Yeah. And I took it as a challenge and performed it. Being a sports player, I think you have good bodily kinesthetic intelligence. That's why you are easily adaptable to such. Yes. It was a wonderful experience. We shot Mukuti twice. Last year also we shot it, and this year again we shot it. And I got to work with 2 biggest masters in India, Vishnu Deva sir and Brinda master. And both the songs were really beautiful. Really enjoyed it.
ഇനിയയിലേക്ക് വരികയാണെങ്കിൽ ഇനിയുടെ കഥാപാത്രം ആ ഒരു കൂത്തുമാളികയിലെ നർത്തകിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീൻ തലച്ചേന്നൂർ ഇനിയെ പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സീനിൽ ചോദിക്കുമ്പോൾ നമുക്ക് അത്ര ഈസി അല്ല ആ ഒരു കഥാപാത്രത്തിൻ്റെ വികാരം മുഖത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷെ വളരെ കൃത്യമായിട്ട് കായംകുളത്തുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ആ ചുണ്ടിലെ ഭാവവും മുഖത്ത് മൊത്തത്തിൽ വന്ന ആ ഒരു ഭാവവും ഒക്കെ വളരെയധികം, അതായത് ഒരു നോർമൽ കഥാപാത്രമല്ല അത്. അപ്പോൾ അത്തരത്തിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ എന്താ തോന്നിയത്? അതെ, ഉണ്ണിനീലി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് തോന്നി. സ്പെഷ്യലി മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യുന്നതും അതുപോലെ ഗംഭീരമായിട്ടുള്ളൊരു വലിയ സെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ഉള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ എന്നെ തേടിയെത്തിയ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉണ്ണിനീലിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഖത്തറിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേനും അവിടെയുള്ള മൂവി കണ്ട ഫാൻസ് ആയിരുന്നാലും അതുപോലെ യങ് ജനറേഷൻ ആയിരുന്നാലും ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാലും അവർ പറഞ്ഞത് ആ ഒരു ക്യാരക്ടറിൽ ആദ്യം ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഭാവവും പിന്നെ അവൾ കാണിക്കുന്ന ആ ഒരു ഡ്രാമയും അതൊക്കെ ആ വേരിയേഷൻസ് ഭയങ്കരമായിട്ട് നന്നായിട്ട് വന്നു എന്നുള്ളത്. കാരണം എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ എന്നുള്ളത് പപ്പൻ സാറിനോട് വീണ്ടും ഞാൻ പോയി ചോദിക്കും, ഒരു ടേക്ക് കൂടി പോകണോ, അത് കറക്റ്റായിരുന്നു. അപ്പോൾ സാറ് പറയും ഓക്കെ അത് മതി, അതായിരുന്നു കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഓരോ സമയവും എനിക്ക് ഡൗട്ട്ഫുള്ളായിരുന്നു ഞാൻ ചെയ്യുന്നത് 100% പെർഫെക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ ഓൾ ടുഗെദർ നന്നായി ചെയ്യാൻ പറ്റി, അതിൻ്റെതായിട്ടുള്ള അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഉണ്ണിനീലിയെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അതെ. ഇനി വീണ്ടും മമ്മൂക്കയിലേക്ക് പോവുകയാണെങ്കിൽ, മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷം എന്ന് പറയുന്നതിന് ഒരു പര്യായം ചോദിച്ചാൽ ഞാൻ മമ്മൂക്ക എന്ന് പറയും. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന അടിമുടി പുരുഷത്വം എന്ന് പറയുന്ന ഒരു ശരീരഭാഷയാണ്. പക്ഷേ അതേ മമ്മൂക്ക സ്ത്രൈണതയുള്ള ചില ഭാവങ്ങളും ഈ സിനിമയിൽ കാണിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂത്തുമാളികയിൽ ഉണ്ണിമായുടെ കൂത്തുമാളികയിൽ നിന്ന് പുറംതിരിഞ്ഞിറങ്ങി പോകുന്ന മമ്മൂക്ക ഒരു സ്ത്രീയല്ലെന്ന് ആരും പറയില്ല. അതേ രീതിയിലാണ് മമ്മൂക്ക നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അടിമുടി പുരുഷത്വമുള്ള മമ്മൂക്ക ഇത്തരത്തിലൊരു സ്ത്രൈണഭാവം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. മമ്മൂക്കയ്ക്ക് അത് ഈസി ആയിരിക്കും, പക്ഷേ കണ്ടിരിക്കുന്ന എനിക്കൊക്കെ അത് വളരെ പാടായിട്ട് തോന്നും. പക്ഷേ അത് കൃത്യമായി ഒരു സ്ത്രീയുടെ ശരീരഭാഷ മമ്മൂക്കയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. താങ്ക് യു. അതെങ്ങനെ സാധിച്ചു? അതൊക്കെ എങ്ങനെ സാധിച്ചെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അല്ല, നമ്മുടെ മനസ്സിലൊരു സ്ത്രീ ഉണ്ടല്ലോ. നമ്മുടെ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരാളെ ഒരു നമ്മുടെ മനസ്സിലൊരു മോഡലുണ്ടാവും. അതിന് മുഖമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതെ അതെ. മുഖമില്ലെങ്കിലും ശരീരപ്രകൃതി, പറഞ്ഞ ശരീരഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൻ്റെ അവരെ ചേഷ്ടകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ചില അഡാപ്റ്റേഷൻസും ഉണ്ട് അതിൽ. അല്ലാതെ അത് മാത്രമേ അത് പൂർണ്ണമായിട്ടും സ്ത്രീ അല്ല. അതല്ല, ഒരു ഫെമിനേറ്റിനെ അവതരിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നവർക്ക് അത് സ്ത്രീയാണെന്ന് തോന്നും. മാത്രവുമല്ല ഒരു വേരിയേഷൻ, ആ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കുള്ള വേരിയേഷനും വോയിസ് മോഡുലേഷനും ഒക്കെ വളരെ പെട്ടെന്നാണ് ആ വേരിയേഷൻസ് വരുന്നത്. അതെ, അതും നമ്മളിപ്പോൾ കഥയിൽ സിനിമ കാണാത്തവർക്ക് വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഭംഗി. അല്ല, അവർക്ക് കാണണം തോന്നണം. കാരണം മമ്മൂക്കയെ പോലെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കാണണം തോന്നണം അവർക്ക്. മമ്മൂക്കയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അഥവാ കഥ മുഴുവൻ പറയുമോ. കഥ പറയാനൊന്നുമില്ല, കഥ അറിയാത്ത കഥയൊന്നുമല്ല. പക്ഷെ ഈ ചില കാര്യങ്ങൾ സിനിമ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് കുളിച്ചു വയ്ക്കാം. അതെ, എന്തായാലും അതൊരു സസ്പെൻസ് ആണ്. പക്ഷെ ഒരുപാട് കൗതുകങ്ങളും വിസ്മയങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അത് തിയേറ്ററിൽ പോയി അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. വീണ്ടും ഞാൻ വേണു സാറിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു പരീക്ഷണമായിരുന്നു. സാധാരണ നമ്മുടെ മലയാള സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാമോജി സിറ്റിയിലൊക്കെ സെറ്റിട്ടൊക്കെ ചെയ്തിരുന്ന, പക്ഷേ ഇവിടെ തന്നെ സെറ്റിട്ട് ഇത് ചെയ്യാൻ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, കേരളത്തിൽ തന്നെ അതിൻ്റെ മേക്കിംഗ്, ഇവിടെ തന്നെ സെറ്റിടുന്നു, കാര്യങ്ങളെല്ലാം അത്രയ്ക്ക് മനോഹരമായിട്ട് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു മാളികകളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ രംഗങ്ങളും ഒക്കെ. അപ്പോൾ ആ ഒരു പരീക്ഷണത്തെക്കുറിച്ചൊന്ന് പറയാം. ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഒന്ന് ഇതിൻ്റെ ബഡ്ജറ്റ്, അതൊരു പരീക്ഷണമായിരുന്നു. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചാക്കണ എക്സ്പെൻസീവ് ടെക്നീഷ്യൻസ്, ഫൈറ്റുകൾ, ഇത് നൈറ്റ് ഇത്ര അധികം ഷൂട്ട് ചെയ്താക്കണത്. പിന്നെ ഒരു കാലഘട്ടം നമ്മൾ ഈ 1695 നമ്മൾ 2019 ഷൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു വലിയ പരീക്ഷണമായിരുന്നു കേരളത്തിൻ്റെ ഒരു ചെറിയ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ.
അപ്പോൾ ഇത്രയധികം പല പല പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ രാമോജി സ്റ്റുഡിയോ അല്ലെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി ചെന്നൈ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ആ പരീക്ഷണം വീണ്ടും വരണം നടത്തി നോക്കി. എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? നമ്മുടെ ഇഷ്ടംപോലെ ഇവിടെ സ്ഥലങ്ങൾ അവൈലബിൾ ആണ്, ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. ഞാനത് ചെയ്തു. ആ പരീക്ഷണം എനിക്ക് ഓൾമോസ്റ്റ് അത് വിജയിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ആൾക്കാരും അത് തന്നെയാണ് പറയണത്, ഇത് ഇങ്ങനത്തെ വലിയ വലിയ സ്റ്റുഡിയോസ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഭാവിയിൽ ഇപ്പം ഞാൻ ഈ സിനിമ എടുത്ത് ഇത് കഴിഞ്ഞ് ഇത് റിലീസ് ചെയ്ത് ഇനി കുറച്ച് ദിവസം കൂടി തിയേറ്ററിലുണ്ടാകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടം ഈ സിനിമ തന്നെ ആൾക്കാർ എപ്പോഴെങ്കിലും ടി വിയിൽ വരുമ്പോൾ കാണും, അല്ലാതെ ഇനി ഇത് പിക്ചറിലുണ്ടാവില്ല. പക്ഷേ ഇനി വരാൻ പോണ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ചിലപ്പോൾ തോന്നാം ഇങ്ങനൊരു സിനിമ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്ത് എന്തുകൊണ്ട് നമുക്കും സെറ്റ് ഇട്ടുകൂടാ. ഇത് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ഇടുന്നുണ്ട്, കോടാനുകോടി രൂപ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വലിയ ബിസിനസ്സാണിത്, മനസ്സിലായി. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലോസ് ഏഞ്ചൽസിലെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോറിഡയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സിറ്റികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം സിറ്റികൾ ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു മനുഷ്യന് ഒരു ചെറിയൊരു സ്പാർക്കെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷണം വിജയിച്ചെന്നുള്ളത് ആണ്. തീർച്ചയായിട്ടും ആ പറഞ്ഞത് വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ പലപ്പോഴും കൂടുതൽ ജോലികളും ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായ ഒരു ഘടകം കൂടിയുണ്ട്, കുറേ പേരിലേക്ക് പണം എത്തുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്നു. ഇനി വീണ്ടും നമ്മൾ അച്ചുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, അച്ചു, ഞാൻ ഈ സിനിമ കണ്ടപ്പോഴേ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് കരാട്ടെ കിഡിനെയാണ്. അപ്പോൾ അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ള, നാളെ അച്ഛനും ഫ്രണ്ട്സും ഒക്കെ സിനിമ കാണാൻ പോവാം, ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എന്ത് പറഞ്ഞു? മറ്റൊരു കാര്യം, ഈ കരാട്ടെ കിഡ് പോലെയൊക്കെയുള്ള സിനിമകൾ കാണാറുണ്ടായിരുന്നോ? ആ, ഞാൻ കരാട്ടെ കിഡ് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്. നാളെ ഞാനും സ്കൂളിലുള്ള മുഴുവൻ ആൾക്കാരും കൂടെ പോവാണ്, കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നിന്നൊക്കെ അറിഞ്ഞു. അതെ, കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞു? ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞു? ഫ്രണ്ട്സ് ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, അവര് കാണാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ ടീച്ചേഴ്സൊക്കെ സിനിമ കണ്ടു, അവർക്കെല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഉണ്ണി, ഇതിന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശ്യാം കൗശലാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇതിന്റെ ഫൈറ്റ് സീൻസ്, പ്രത്യേകിച്ച് ഈ പറന്നു വരുന്ന അതൊക്കെ നമുക്ക് ഭയങ്കര വിസ്മയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ശ്യാം കൗശലുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? പുള്ളി ഹിന്ദിയിലൊക്കെ വളരെ പ്രോമിനൻറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് ശ്യാം കൗശൽ സാറ് ഒരു മാസ്റ്ററായത് മലയാളം സിനിമകൾ ചെയ്തിട്ടാണ്. ഫസ്റ്റ് മൂവി വാസ് ഇൻ മലയാളം. പേഴ്സണലി എനിക്കിഷ്ടമാണ് ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാനും. പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം ഭയങ്കര എന്താ പറയുക, ഒരു സേഫ്റ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഇഞ്ചുറി സംഭവിക്കാം. മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കി. എന്ന് വെച്ചാൽ ഇത് സാധാരണ സിനിമയിൽ വരുന്ന പോലത്തെ ഫൈറ്റ് സീക്വൻസ് അല്ല. ഇതിൽ വാളും പരിചയം ഒക്കെ വെച്ചിട്ടുള്ളൊരു വേറെ ടൈപ്പ് ഓഫ് കൊറിയോഗ്രാഫിയാണ്. അന്നത്തെ കാലഘട്ടം കാണിക്കുന്ന രീതിയിലുള്ള ഒരു മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ഓവർ ദി ടോപ്പ് ഫൈറ്റ് സീക്വൻസ് വെച്ചിട്ട് ഒരു ബിലീവബിൾ ഫാക്ടർ ഇല്ലാത്ത രീതിയിലൊന്നുമല്ല. എന്നാലും എനിക്ക് തോന്നിയത് വളരെ ജെന്യൂനായിട്ട് എൻ്റർടൈൻമെൻറ്റ് ലെവൽ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് പുള്ളി അത് ചെയ്തേക്കണേ. ഞാനും ഭയങ്കര എൻജോയ് ചെയ്തു. അതിൽ ഫിസിക്കൽ റിക്വയർമെൻ്റ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ഫൈറ്റ് ചെയ്തത് അച്ചു ലൈക്ക് ആദ്യമായിട്ടാണ് ഹാർനെസ് ഒക്കെ ഇട്ടിട്ട് പുള്ളി ഒരു പെർഫെക്ഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. അവൻ്റെ കണ്ണിൽ കുറേ പേര് പറഞ്ഞു അത്രയും ഫിറോഷ്യസ് ആയിട്ട് ആ ഫൈറ്റ് ചെയ്യുന്നു. അവൻ്റെ പല സീക്വൻസുകളൊക്കെ, മമ്മൂക്കയും ഫൈറ്റ് ചെയ്ത സീക്വൻസ് എല്ലാം ഇതെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. എന്നാലും ഫൈറ്റൊക്കെ ചെയ്യുമ്പോഴേ നൈറ്റിലൊക്കെ എനിക്ക് മമ്മൂക്കയുടെ കൈയൊക്കെ കട്ട് ചെയ്തിട്ട് ഉറുമിയൊക്കെ വെച്ചിട്ട് തിരിച്ചപ്പോൾ ഇത് ആക്ഷനെ കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും നിസ്സാരമായിട്ടാണ് പറയുക ഒരു ആക്ഷൻ സിനിമ. പക്ഷേ ആക്ഷനാണ് എനിക്ക് തോന്നിയത് ഏറ്റവും ഡിഫിക്കൽട്ട് ടു ഷൂട്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെർഫെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും സമയമെടുക്കും. നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് ദെൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ത്രില്ല് എനിക്കുണ്ടായിരുന്നു. സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റിയതിൽ. മാമാങ്കം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരൊക്കെ കേട്ട് കാണുമല്ലോ. എന്തായാലും മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു ബ്രഹ്മാണ്ഡ ക്ലാസിക് ചലച്ചിത്രമാണ് മാമാങ്കം എന്ന് പറയുന്നത്. മലയാളികൾക്കുള്ള ഈ ഒരു ടീമിന്റെ ക്രിസ്മസ് സമ്മാനമാണ് ഈ ഒരു മാമാങ്കം. അപ്പോൾ മാമാങ്കത്തെക്കുറിച്ച് മമ്മൂക്ക ഒരിക്കൽ കൂടെ ആ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് എങ്ങനെയാണ് മാമാങ്കം വരുന്നത്? അല്ല, ഇത് ക്രിസ്മസ് ആയാലും ശരി, ഓണമായാലും ശരി, വിഷു ആയാലും ശരി, നമുക്ക് എല്ലാ ദിവസങ്ങളും ആഘോഷിക്കുക എന്നുള്ളതാണ്. ഈ സിനിമ ഞാൻ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അല്ലെങ്കിലും സമ്മാനം അല്ലെങ്കിൽ തന്നെ ഈ സിനിമ വളരെ ഗൗരവത്തോടുകൂടി കാര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചരിത്രത്തിലെ വീരനായകന്മാരെ പറ്റി അറിയാൻ എല്ലാ തലമുറയ്ക്കും ഈ സിനിമ ഉതകട്ടെ. ഇതൊരു ചരിത്ര ദൗത്യമാണ്. എല്ലാവരും ഈ സിനിമ